ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ CPI സ്ഥാനാർത്ഥികളെ ഇന്നറിയാം. ഇന്നു ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിനും സംസ്ഥാന കൗൺസിലിനും ശേഷം CPI സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. തിരുവനന്തപുരം, മാവേലിക്കര, തൃശൂർ, വയനാട് മണ്ഡലങ്ങളിലാണ് CPI മത്സരിക്കുന്നത്. CPIM മത്സരിക്കുന്ന 15 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിക്കും. തൃശൂരിൽ VS സുനിൽകുമാറും വയനാട്ടിൽ ആനി രാജയും ഏറെക്കുറെ ഉറപ്പാണ്. തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രനെയും മാവേലിക്കരയിൽ CA അരുൺകുമാറിനെയുമാണ് പരിഗണിക്കുന്നത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, ഇതുവരെ കേട്ട പേരുകളിൽ മാറ്റമുണ്ടാകില്ല എന്ന് തന്നെ കരുതാമോ? വേണു, അക്കാര്യത്തിൽ ഒരു പേരുകൾക്ക് ചിലപ്പോൾ മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലേക്കുള്ള സൂചനകൾ പുറത്തു വരുന്നു. പക്ഷേ അതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് ചേരുന്ന സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും CPI തീരുമാനിക്കുക. CPI 4 ലോക്സഭാ സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം തിരുവനന്തപുരം, അതേപോലെ തന്നെ മാവേലിക്കര, തൃശൂർ, വയനാട്. അതിൽ തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ, മാവേലിക്കരയിൽ അരുൺകുമാർ, തൃശൂരിൽ VS സുനിൽകുമാർ, വയനാട്ടിൽ ആനി രാജ. ഇതാണ് സംസ്ഥാന നേതൃത്വം നേരത്തെ ചർച്ച ചെയ്ത കാര്യം. അതിനുശേഷം ജില്ലാ നേതൃത്വം ഈ പേരുകൾക്കൊപ്പം 2 പേരുകൾ കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ തന്നെയാണ് സാധ്യതയെങ്കിലും 2 പേരുകൾ, അതിലൊന്ന് പ്രകാശ് ബാബു, 2 സത്യൻ മൊകേരി എന്നീ പേരുകൾ കൂടി ജില്ലാ കമ്മിറ്റികൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എന്നാൽ പന്ന്യനിലേക്ക് തന്നെ എത്തിപ്പെടാനാണ് സാധ്യത കൂടുതൽ. ജനകീയ മുഖമടക്കമുള്ള കാര്യങ്ങൾ അക്കാര്യത്തിൽ പരിഗണിക്കും. മാത്രവുമല്ല, തിരുവനന്തപുരത്ത് പന്ന്യനുള്ള പരിചയമടക്കമുള്ള കാര്യങ്ങൾ അത് പരിഗണിക്കുകയും അത് ചർച്ച ചെയ്തും തിരുവനന്തപുരത്ത് മറ്റ് പാർട്ടികളുടെ അല്ലെങ്കിൽ മത്സരിക്കാൻ ഇറങ്ങുന്ന മറ്റ് സ്ഥാനാർത്ഥികളുടെ കൂടി ഇത് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പന്ന്യനിലേക്ക് എത്തിയതെന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. മാവേലിക്കരയെ സംബന്ധിച്ച് മാവേലിക്കരയിൽ AIYF നേതാവ് CA അരുൺകുമാറിന്റെ പേരാണ് സംസ്ഥാന നേതൃത്വം ചർച്ച ചെയ്തത്. എന്നാൽ മുൻ MLA K അജിത്ത്, മുൻ MP ചെങ്ങറ സുരേന്ദ്രൻ, CK ആശ എന്നീ പേരുകളും ജില്ലാ നേതൃത്വം നൽകുന്നുണ്ട്. അരുൺകുമാറിനെ കൊല്ലം, കോട്ടയം ജില്ലാ കമ്മിറ്റികൾക്ക് അത്ര താല്പര്യമില്ല എന്ന തരത്തിലേക്കുള്ള ചില സൂചനകൾ പുറത്തു വന്നിരുന്നു. തൃശൂരിനെ സംബന്ധിച്ച് തൃശൂരിൽ VS സുനിൽകുമാർ തന്നെ സ്ഥാനാർത്ഥിയാകാനാണ് ഇതുവരെയുള്ള സാധ്യതകൾ. പക്ഷേ ഈ KP രാജേന്ദ്രന്റെ പേര് കൂടി ജില്ലാ കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. തൃശൂരിനെ സംബന്ധിച്ച് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലമാണ്. അവിടെ മണ്ഡലത്തിൽ ഏറ്റവും സുപരിചിതനായിട്ടുള്ള, മണ്ഡലത്തിൽ പ്രവൃത്തി പരിചയമുള്ള VS സുനിൽകുമാറിനെ തന്നെ ഉറപ്പാക്കാം എന്നുള്ളതാണ് CPI ആലോചിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വയനാടിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും അതിനൊരു ദേശീയ ശ്രദ്ധ ഉണ്ടാകും, അതിന്റെ സ്വഭാവം മാറും. അങ്ങനെയാണെങ്കിൽ ദേശീയ നേതാവായിട്ടുള്ള ആനി രാജയെ തന്നെ പരീക്ഷിക്കാമെന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ സംസ്ഥാന നേതൃത്വം എടുത്തിരിക്കുന്ന തീരുമാനം. അതേസമയം ഈ ആനി രാജയ്ക്കൊപ്പം സത്യൻ മൊകേരി, PP സുനിൽ എന്നീ പേരുകൾ പാർട്ടിയുടെ പരിഗണനയിലുണ്ട്. ഇന്ന് രാവിലെ ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവും അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം ചേരുന്ന സംസ്ഥാന കൗൺസിലും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കും. ശേഷമായിരിക്കും ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക. വേണു, ശരി. സ്ഥാനാർത്ഥി നിർണയത്തിനായി CPIയുടെ നേതൃയോഗങ്ങൾ തുടങ്ങുന്നു. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.